എക്സൽ ടെക്നോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോളിടെക്നിക് കോഴ്സിനെ കുറിച്ചാണ്. അതിന്റെ അഡ്മിഷൻ എങ്ങനെ, അതിന്റെ എലിജിബിലിറ്റി എന്താണ്, ഏതൊക്കെയാണ് കോഴ്സുകൾ ഉള്ളത്, ഇപ്പോ നമുക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിലിപ്പോ polyadmission.org ഇതാണ് നമുക്ക് അഡ്മിഷൻ ഉള്ള ഒഫീഷ്യൽ സൈറ്റ്. അപ്പോൾ ഈ സൈറ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആദ്യമേ എന്താണ് പോളിടെക്നിക് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പോളിടെക്നിക് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ കോഴ്സാണ്. അതായത് അതത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഇതിന്റെ സിലബസ്, എക്സാംസ്, കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പൊ ഇതൊരു 3 ഇയർ കോഴ്സാണ്. 3 ഇയർ ഡിപ്ലോമ കോഴ്സാണ്. അപ്പൊ ഒരു പോളിടെക്നിക്ക് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് വരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തിയറിയെക്കാട്ടിലും നമ്മൾ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു എന്താണ് വേറൊരു കോഴ്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ തിയറീസ് ആയിരിക്കും കൂടുതൽ. അതേ ടൈമിൽ ഒരു പോളിടെക്നിക്ക് പഠിക്കുന്ന ഒരാള് എന്താണോ ആള് പഠിക്കുന്ന ആ ഒരു കോഴ്സ്, അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട പ്രാക്ടിക്കൽ സ്കിൽസ് ആയിരിക്കും നിങ്ങൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത്. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സിന്റെ അഡ്മിഷൻ റിലേറ്റഡ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ SSLC അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ പോളിടെക്നിക്കിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. റെഗുലർ പോളിടെക്നിക് കോഴ്സ് എന്ന് പറയുമ്പോൾ അത് 3 ഇയർ കോഴ്സാണ്. ഇനി നിങ്ങൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ ലാറ്ററൽ എൻട്രി വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ലാറ്ററൽ എൻട്രി എന്ന് പറയുമ്പോൾ 2 ഇയർ കോഴ്സാണ്. നിങ്ങൾ ഇതിപ്പോ ലാറ്ററൽ എൻട്രി വഴി ഇത് കിട്ടുവാണെങ്കിൽ സെക്കൻഡ് ഇയറിലോട്ടായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഈ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ റെഗുലറിന്റെയും ലാറ്ററലിന്റെയും അഡ്മിഷൻ, അതായത് അഡ്മിഷൻ കൊടുക്കാനുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ റെഗുലറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. റെഗുലർ നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രോസ്പെക്ട് ഇംഗ്ലീഷ് എന്ന് കിടക്കുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ അതിന്റെ എല്ലാ റിലേറ്റഡ് ഡീറ്റെയിൽസും ഈ ഒരു പ്രോസ്പെക്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോ ഇത് നോക്കിയാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ടൈം രജിസ്ട്രേഷൻ, അതായത് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് ആദ്യമേ ഒരു 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. 1 ടൈം രജിസ്ട്രേഷന് ഫീസ് 400 ആയിരിക്കും വരുന്നത്. SC സ്റ്റുഡൻസിന് 200 ആയിരിക്കും. SC/ST സ്റ്റുഡൻസിന് 200 ആയിരിക്കും. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 21/5/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് 1 ടൈം രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് 10-ാം തീയതിയാണ്. 10/6/2025 ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് 12/6/2025 ആണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റും ട്രയൽ അലോട്ട്മെന്റും വരുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ കറക്ഷൻ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/6/2025 ആണ്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്കൊരു റാങ്ക് ലിസ്റ്റ് വരും. ഫൈനൽ റാങ്ക് ലിസ്റ്റും വരും, ഫസ്റ്റ് അലോട്ട്മെന്റും വരും. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗിന്റെ ഡേറ്റ് 30/6/2025 ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വരും. പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ റിപ്പോർട്ടിംഗ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പിന്നെ അഡ്മിഷൻ ക്ലോസ് ആകുന്നത് 14/8/2025 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഡേറ്റ് നോക്കി വെക്കുക, കാരണം ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയും ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻ. 17-ാമത്തെ പേജാണ്. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ് മസ്റ്റ് ബി സിറ്റിസൺ ഓഫ് കേരള, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ കേരളത്തിലുള്ളവരാണെങ്കിൽ അവര് ഈ കേരളൈറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലും, കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ നോൺ കേരളൈറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലും ആയിരിക്കും
വരുന്നത്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് SSLC അല്ലെങ്കിൽ THSLC പാസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇക്വലന്റ് എക്സാമിനേഷൻ പാസ്ഡ് ആയിരിക്കണം. അവർ കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷൻ എക്സാമിൽ മാത്സ്, ഇംഗ്ലീഷ്, സയൻസ് സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അവർ സ്ട്രീം 1നും സ്ട്രീം 2നും എലിജിബിൾ ആണ്. എന്നാൽ കാൻഡിഡേറ്റ്സ് മാത്സും ഇംഗ്ലീഷും എക്സാംസിൽ ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സ് സ്ട്രീം 2നാണ് എലിജിബിൾ ആയിട്ടുള്ളത്. പിന്നെ CBSE സ്റ്റുഡന്റ് ആണെങ്കിൽ CBSE, ICSE അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ സയൻസിന് കിട്ടിയ മാർക്കായിരിക്കും ഫിസിക്സിനും കെമിസ്ട്രിക്കും പകരം കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂണിഫോം, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ അഡ്മിഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഈ ഒരു വെബ്സൈറ്റിൽ കൂടാണ്, നമ്മൾ www.polyadmission.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൂടാണ് ചെയ്യുന്നത്. നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം എങ്ങനെയാണ് സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്, അലോട്ട്മെന്റ് പ്രോസസ്സ്, പ്രൊസീജിയർ ഫോർ അഡ്മിഷൻ, ഫീസ് ഡീറ്റെയിൽസ്, റീഫണ്ട് ഫീസ്, ഇതെല്ലാം ഈ ഒരു പ്രോസ്പെക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതില് പ്രൊസീജിയർ ഫോർ അഡ്മിഷൻ നമ്മൾ നോക്കാം. ഈ ഒരു പ്രോസ്പെക്ട് നമ്മൾ നോക്കിയാൽ ഇതിൽ തന്നെ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8.14 അവര് 21ാമത്തെ പേജാണ്. അപ്പൊ അതിൽ അവർ പറയുന്നുണ്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഈ ടൈം ഓഫ് അഡ്മിഷനിൽ വേണ്ടതെന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും ഇവര് പറയുന്നുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും ഒക്കെ നിങ്ങൾ വെക്കാനായിട്ട്. അപ്പൊ ഒരു ഡോക്യുമെന്റ് പോലും മിസ്സായി പോകല്, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഈ ഒരു പ്രോസ്പെക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോസ്പെക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് ഡീറ്റെയിൽസും കിട്ടും. എല്ലാ ഡീറ്റെയിൽസും, അതായത് ഈ അഡ്മിഷനുമായിട്ട് റിലേറ്റഡ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പ്രോസ്പെക്റ്റിൽ അവര് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റെഗുലർ ഡിപ്ലോമ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും ലാറ്ററൽ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ, ലാറ്ററൽ എൻട്രി ഞാൻ ക്ലിക്ക് ചെയ്തു. ലാറ്ററൽ എൻട്രി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈൻ ടൈം രജിസ്ട്രേഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 16-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/5/2025 ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് 30/5/2025 തന്നെയാണ്. അപ്പോ ഇപ്പൊ നിങ്ങൾ ലാറ്ററൽ എൻട്രി ആണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, അതായത് നമ്മൾക്കറിയാം +2 കഴിഞ്ഞിട്ടാണ്. അപ്പോ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ നമുക്ക് ഈ പ്രോസ്പെക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെക്റ്റില് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിലിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻ, ഇത് 10ാമത്തെ പേജാണ്. അപ്പോ 10ാമത്തെ പേജ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് എലിജിബിലിറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ +2 അല്ലെങ്കിൽ ഇക്വലന്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ VHC വിത്ത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വേണം. അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് പകരമായിട്ട് അതർ റിലേറ്റഡ് മാനിറ്ററി അഡീഷണൽ കോഴ്സ് ആണെങ്കിലും മതി. ഇപ്പൊ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇത് മൂന്നുമാണ് +2 മാനിറ്ററി കോഴ്സ്. അപ്പൊ ആ കോഴ്സ് ചെയ്തവർക്ക് ഇത്രയും പ്രോഗ്രാംസ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ ഫിസിക്സും മാത്സും അഡീഷണൽ സബ്ജക്ട് ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും പ്രോഗ്രാംസ് ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തത് അവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോർ +2 VHD കാൻഡിഡേറ്റ്സ് മിനിമം സ്കോർ ഓഫ് 50% ഓഫ് ടോട്ടൽ മാർക്ക് ഈസ് റിക്വയർഡ്. VHC ആണെങ്കിൽ മിനിമം സ്കോർ ഓഫ് 50% മസ്റ്റ് ആണ്. ഇനിയും തേർഡ് കേസ് പറഞ്ഞിരിക്കുന്നത്
എന്താണ് 2-year കോഴ്സസ് NCVT, SCVT, KGSCE കാൻഡിഡേറ്റ്സിന് അവരും they shall pass and minimum 50% of total mark. അതായത് അവർക്കും ടോട്ടൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ ടു എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഇതായിരിക്കും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. ഇതിൽ തന്നെ ഈ ഒരു പ്രോസ്പെക്റ്റിൽ തന്നെ നമുക്ക് ബാക്കി വേണ്ട ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്. പ്രോസ്പെക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് എന്താണ് ഏതൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ചെക്ക് ചെയ്തത്. ഇനി ഡ്യൂറേഷൻ ഓഫ് ഡിപ്ലോമ കോഴ്സ് നമുക്കറിയാം 2-year കോഴ്സ് ആണ്, അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് ഈ ഒരു പ്രോസ്പെക്റ്റിൽ തന്നെ 1 ടൈം രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഫീസിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് 1 ടൈം നമ്മൾ അഡ്മിഷൻ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 400 രൂപയാണ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ലാറ്ററൽ എൻട്രിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ട് നിങ്ങൾ നല്ല രീതിക്ക് വായിച്ചു നോക്കുക. എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മള് ഏതൊക്കെ കോഴ്സുകളാണ് ഡിപ്ലോമ, അതായത് നമ്മുടെ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് വരുന്നതെന്ന് നോക്കാം. കോഴ്സുകൾ, സിലബസുകൾ, പുതിയ പ്രോഗ്രാമുകൾ എല്ലാം അറിയാനായിട്ട് നമുക്ക് www.sitterkerala.ac.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറുക. സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ ഈ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏതൊക്കെ കോളേജസ് ആണുള്ളത്, അക്കാഡമിക്സിലെ കോഴ്സസ്, അതിന്റെ സിലബസ് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. പിന്നെ അഡ്മിഷൻ ഡീറ്റെയിൽസ്, ട്രെയിനിങ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സൈറ്റിലുണ്ട്. അതില് നമ്മൾ അക്കാഡമിക്സിൽ പോയി കോഴ്സസ് എടുത്ത് ഡിപ്ലോമ പ്രോഗ്രാംസ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. ഇപ്പൊ പുതിയതായിട്ട് കുറെ കോഴ്സുകൾ വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്, സൈബർ ഫോറൻസിക്, പിന്നെ അതുപോലെ തന്നെ മൈക്രോ ഇലക്ട്രോണിക്സ്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ഇങ്ങനെ കോഴ്സുകൾ 42 കോഴ്സസ് അവൈലബിൾ ആണ് ഡിപ്ലോമയ്ക്ക്. ഇനി നമ്മൾ ഈ കോഴ്സസിന്റെ നമുക്ക് സിലബസ് ചെക്ക് ചെയ്യണമെങ്കിൽ സിലബസ് എടുത്താൽ മതി. സിലബസിലെ ഡിപ്ലോമ റിവിഷൻ 2021 ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് കോഴ്സ് ചെക്ക് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കോഴ്സിന്റെ ക്രെഡിറ്റ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ അതുപോലെ തന്നെ കോഴ്സ് നെയിം എന്തൊക്കെയാണ്, അതിപ്പോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ 4 ക്രെഡിറ്റ്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയാണ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ സ്കീം, ടോട്ടൽ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുക്കുവാണെങ്കിൽ അതില് ഓരോ ഫസ്റ്റ് സെമസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത് അതാണ് കോഴ്സ് നെയിമിന്റെ അണ്ടറിൽ വരുന്നത്. സെക്കൻഡ് സെമസ്റ്റർ എടുത്തു കഴിയുമ്പോൾ ഏതൊക്കെയാണ് കോഴ്സസ് വരുന്നത്, അതിന്റെ ക്രെഡിറ്റ്സ്, അതിന്റെ ഇവാലുവേഷൻ മോഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. തേർഡ് സെമസ്റ്റർ എടുത്തു കഴിയുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത്, ഫോർത്ത് സെമസ്റ്റർ, അങ്ങനെ നമുക്ക് എത്ര 6 സെമസ്റ്റർ വരെ ഇല്ലേ, അപ്പൊ 6 സെമസ്റ്റർ വരെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മള് ഡീറ്റെയിൽസ്, കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സിലബസിൽ സിലബസ് എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അക്കാഡമിക്സിൽ സിലബസിൽ പോയാൽ മതി. സിലബസിൽ ലേറ്റസ്റ്റ് റിവിഷൻ 2021 റിവിഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് എടുത്തു കഴിയുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ, സ്റ്റുഡന്റിന്റെ ആക്ടിവിറ്റി പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതാണോ കോഴ്സ് നോക്കേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്നതാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത്, ഏതൊക്കെയാണ് നമുക്ക് ഇപ്പൊ ക്രെഡിറ്റിന്റെ സ്കോർ കൂടുതലുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിന്ന് കിട്ടും.